നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വർക്ക് ഫ്രം ഹോം തിരിച്ചു വരുമോ? ഇന്ധനക്ഷാമ ആശങ്കകൾക്കിടയിൽ ആവശ്യമുന്നയിച്ച് സോഷ്യൽ മീഡിയ. മധ്യേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഇന്ധന വിതരണത്തിൽ തടസ്സമുണ്ടായേക്കാമെന്ന ആശങ്കകൾക്കിടയിൽ വർക്ക് ഫ്രം ഹോം ജോലികൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നു. എക്സ്, വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി നടക്കുന്ന ചർച്ചകളിൽ വിതരണ സമ്മർദ്ദം വർദ്ധിക്കുകയാണെങ്കിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി താൽക്കാലികമായി റിമോട്ട് വർക്ക് അനുവദിക്കുന്നത് പരിഗണിക്കണമെന്നാണ് നിരവധി IT പ്രൊഫഷണലുകളും കോർപ്പറേറ്റ് ജീവനക്കാരും സർക്കാരിന് മുന്നിൽ വയ്ക്കുന്ന ആവശ്യം. അമേരിക്ക, ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള രൂക്ഷമായ സംഘർഷം ആഗോള ഊർജ്ജ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഇന്ത്യ മധ്യേഷ്യയിൽ നിന്നുള്ള എണ്ണയെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അസംസ്കൃത എണ്ണയുടെ 55% ഈ മേഖലയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. IT, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലെ ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുവാൻ പ്രോത്സാഹിപ്പിക്കുന്നത് ദിവസേനയുള്ള യാത്രകൾ ഗണ്യമായി കുറയ്ക്കുവാനും ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാനും ഇന്ധനത്തിൻ്റെ ആവശ്യം കുറയ്ക്കുവാനും സഹായിക്കുമെന്നാണ് ചില സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ പറയുന്നത്. തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ധന ലഭ്യതയിൽ ആശങ്ക നിലനിന്ന കാലയളവിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിനായി മുൻപ് റിമോട്ട് വർക്ക് സമ്പ്രദായം നടപ്പാക്കിയിരുന്നുവെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സം ഉൾപ്പെടെയുള്ളവ വെല്ലുവിളികളായേക്കാം. കൂടാതെ ജീവനക്കാർ അമിതമായി ദൂരയാത്ര നടത്തുന്നത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിന് തടസ്സമായേക്കും എന്ന അഭിപ്രായവുമുണ്ട്. രാജ്യത്തിന് ഇന്ധനക്ഷാമം ഉണ്ടാവില്ല എന്നാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് ഉറപ്പു പറയുന്നത്. ക്രൂഡ് ഓയിലും ശുദ്ധീകരിച്ച ഇന്ധനവും അടക്കം രാജ്യത്തിന് കരുതൽ ശേഖരം ആവശ്യത്തിലധികം ഉണ്ടെന്നാണ് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറയുന്നത്. അതേസമയം വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള LPG ക്ഷാമം ആശങ്കകൾക്കിടയാക്കിയിട്ടുണ്ട്. രാജ്യത്തിലുടനീളം റെസ്റ്റോറൻറ്റുകളുടെ പ്രവർത്തനത്തെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. പരിഭ്രാന്തരായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടരുത് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശം. ബുക്കിംഗ് കഴിഞ്ഞ് ഏകദേശം 2.5 ദിവസത്തിനുള്ളിൽ LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത് തുടരും എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആശങ്കകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം ഇന്ധന വിതരണം സുസ്ഥിരമായി തുടരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.